ഹായ്. സോ നമ്മുടെ കീം 2026 റിസൾട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കണം. അപ്പൊ ഇത് തീരുമാനിക്കുമ്പോൾ നമുക്കിപ്പം റാങ്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ കോളേജിലാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിയണം. അപ്പൊ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത്, നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ സാധ്യത എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കാണാം. അതിനുശേഷം നമ്മുടെ റാങ്ക് വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കോളേജിന്റെ പ്രിഫറൻസും ഉണ്ടാവും. അപ്പൊ അത് വെച്ച് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കോളേജും കോഴ്സും വെച്ച് നിങ്ങൾ ഒരു ഓർഡർ ആദ്യം ഉണ്ടാക്കാം. ആ ഒരു ഓർഡർ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ നമ്പർ ഇട്ട് വരുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിലും നമ്മൾ കോഴ്സ് മാത്രമേ നിങ്ങൾ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിൽ നിങ്ങൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കോളേജും കോഴ്സും വേണം ആദ്യമായിട്ട് വെച്ച് പോകാനായിട്ട്. എനിവേ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഒരു ലോങ് വീഡിയോ, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ എങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുക്കാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സോ എനിവേ കീം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ബിടെക് അഡ്മിഷൻ വരെയുള്ള എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.